ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഉള്ളിയും മുളകും ഇടിച്ചിടുന്നത്. ചിക്കനിൽ ഉള്ളിയും മുളകും ഇടിച്ചിടുന്നു എന്നാണ് അതിൻ്റെ പേര് തന്നെ. അതിൽ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതിനായിട്ട് അമ്മച്ചി എടുത്ത് വെച്ചിരിക്കുന്നത് ചിക്കൻ കൊച്ചായിട്ട് അരിഞ്ഞത്, അതിൽ എല്ലുകളൊന്നുമില്ല, കൊച്ചുള്ളി ചതച്ച് വെച്ചത്, വറ്റൻമുളക് ചതച്ച് വെച്ചത്, കറിവേപ്പില, വെളുത്തുള്ളി പേസ്റ്റ്, എണ്ണ, ഉപ്പ്, ഇത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാം. ഞാൻ ചട്ടി അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പോഴമ്മ ചട്ടി അടപ്പത്ത് വെച്ചു, തീ കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ പകരുകയാണ്. ശകലം വെളിച്ചെണ്ണ, കറിക്ക് ആവശ്യമായതല്ല, കുറച്ച് വെളിച്ചെണ്ണ. കണ്ടല്ലോ, ചട്ടി കരിയാതിരിക്കാൻ. എന്നിട്ട് നമ്മൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്. കഴുകി വാരി വെച്ച ചിക്കൻ ഇതിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ആവിയിൽ വേവട്ടെ. അടച്ചു വെക്കാൻ പോവുകയാണ്. എന്നിട്ടമ്മ പിന്നെ വിളിക്കാം. ദാ അടച്ചു വെച്ചു. നമുക്ക് അടപ്പ് തുറന്നൊന്ന് നോക്കാമേ. കണ്ടോ, ചിക്കൻ അതിൻ്റെ വെള്ളത്തിൽ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ ഉപ്പ് കൊടുക്കുകയാണ്. അത്ര ഉപ്പ് മതി. നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഈ വെള്ളം ഒന്ന് നന്നായി വറ്റണം. ഈ വെള്ളം നന്നായി ഒന്ന് വറ്റിയിട്ട് അമ്മച്ചി വരാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കട്ടെ. നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാമേ. കണ്ടോ, ഏകദേശം വെള്ളം വറ്റി. അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിനെ നമുക്കൊന്ന് കണ്ടോ, തവിയുടെ കണ വെച്ച് നമുക്കിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാം. കണ്ടോ, ഇനി അതൊന്ന് വറ്റുന്നതിന് മുമ്പ് നോക്കിക്കോണം. നമ്മൾ എണ്ണ ചുറ്റിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണേ. വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്, എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതാണ് ഞാൻ വെളിച്ചെണ്ണ ചുറ്റിച്ച് കൊടുത്തത്. ഇനി നമുക്ക് മൊത്തത്തിലൊന്ന് എണ്ണ നമ്മൾ കൊടുത്തതിന് ശേഷം എല്ലാവരെയും കൂടെ ഇങ്ങനെ നമുക്കൊന്നാക്കി ആ എണ്ണയും ഉള്ളിയും മീറ്റും കൂടെ ഒരുമിച്ചിരുന്നൊന്ന് വേവട്ടെ. നമുക്ക് അടച്ചു വെക്കാം. നമ്മളിത് തുറന്ന് നോക്കാൻ പോവുകയാണ്. അടപ്പ് മാറ്റി ഇതിലോട്ട് ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുകയാണ്. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി പേസ്റ്റും. ഞാൻ മുമ്പേ വെളുത്തുള്ളി പേസ്റ്റ് പറഞ്ഞില്ലായിരുന്നു, എങ്കിലും ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുത്തു. ഞാൻ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോഴാണ് വെളുത്തുള്ളി കാണിച്ചില്ല, പക്ഷേ രണ്ടും കൂടെ ഞാനിപ്പോഴാണ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത് നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കണേ. കറിവേപ്പിലയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മുളക് പൊടി ചതച്ചത്, അതാണ് ഇനി കൊടുക്കാൻ പോകുന്നത്. ആവശ്യത്തിന് എടുക്കാം, ഞാൻ കുറച്ചെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. നമുക്കതൊന്ന് നോക്കാം. എരിവ് വേണ്ടവർക്ക് കൂടുതൽ കൊടുക്കാം, എരിവ് വേണ്ടാത്തവർക്ക് മിതമായിട്ട് കൊടുക്കാം.
ഞാൻ പക്ഷേ കുറച്ചുകൂടെ കൊടുക്കുന്നു, ഇവിടെ ഇച്ചിരി എരിവൊക്കെ വേണം. ഇനി അതിനെ നമുക്ക് ഇതിനോട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുക്കാം. ഇനി നമ്മൾ ശകലം വെളിച്ചെണ്ണയും കൂടി കൊടുക്കും. ശകലം വെളിച്ചെണ്ണയും കൂടി നമ്മൾ അരുവിന് കൊടുക്കുകയാണ്. അരുവിന് അത് അങ്ങോട്ടങ്ങ് ഇറങ്ങിക്കോളും. ഓക്കെ, ഇനി നമുക്ക് അടച്ച് വെച്ച് കുഞ്ഞു തീയിലൊന്ന് മൊരിക്കാം. അടച്ചു വെച്ചു കുഞ്ഞു തീയിൽ മൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാമേ. കണ്ടോ, നോക്കിയാട്ടെ, ആ എണ്ണയ്ക്കകത്താണ് മൊരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ചേർത്തത്? നമ്മൾ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ചുമന്നുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇച്ചിരി, പിന്നെ ചേർത്തെന്ന് വെച്ചാൽ മുളക് ചതച്ചത്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർത്തത്. ഇതേപോലെ നമ്മുടെ വീട്ടിൽ ചിക്കൻ മേടിച്ചാലോ ബീഫ് മേടിച്ചാലോ ഏത് മീറ്റ് മേടിച്ചാലും എല്ലില്ലാത്തത് നോക്കി ചെറുതായിട്ട് കഷണിച്ചെടുക്കണം. ചെറുതായിട്ട് കഷണിച്ചെടുത്ത് ഇതേപോലെ ഇപ്പോൾ അമ്മച്ചി ചെയ്തതുപോലെ നിങ്ങൾ ചെയ്താൽ ഏത് മീൻ കൂട്ടാത്തവരും ഇറച്ചി കൂട്ടാത്തവരും ഇത് ഓടി വന്ന് കഴിക്കും. കുഞ്ഞുങ്ങൾക്കാണ് ഇത് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കണ്ടല്ലോ, ഞാൻ ആ ഒഴിച്ച എണ്ണ ഇതിൽ തെളിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, വേറെ വെള്ളങ്ങളോ പുറത്തുനിന്ന് ഒരു വെള്ളവും നമ്മൾ ഒഴിച്ചിട്ടില്ല. കണ്ടോ, എന്നാൽ ഇറച്ചി ഫ്രൈ ആണോ, ഫ്രൈ ചെയ്തതാണോ? അല്ല. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഉള്ളിയും മുളകും ഇടിച്ചിടുന്നു എന്നാണ് പറയുന്നത്. ബീഫും നല്ലതുപോലെ ഇതേപോലെ ചെയ്യാം. ഏറ്റവും നല്ല ടേസ്റ്റുള്ളതാണ് ബീഫും ഇങ്ങനെ ചെയ്താൽ. കേട്ടല്ലോ. അപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ നേരത്തോ നമ്മുടെ വീട്ടിലൊരു വിരുന്തര് വന്നാൽ വിരുന്നിന് വേണ്ടി പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഉള്ളിയും മുളകും ഇടിച്ചിട്ട ഇറച്ചി. അപ്പോൾ ഏത് ഇറച്ചിയിൽ വേണമെങ്കിലും നമുക്ക് ഉള്ളിയും മുളകും ഇടിച്ചിട്ട് ഇതേപോലെ ചെയ്യാം. വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തിയുമായ ഒരു ഫുഡാണിത്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടോ കപ്പയുടെ കൂടോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഉള്ളിയും മുളകും ഇടിച്ചിട്ട ഇറച്ചി. അപ്പോൾ ഏത് ഇറച്ചിയാണേലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോഴി ഇറച്ചിയാണ്. ഇവിടെ ഇച്ചിരി കോഴി ഇറച്ചി അധികമായി കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച അതിൽ കുറച്ച് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഇറക്കാറായി. ഇനി 2 കറിവേപ്പിലയും കൂടെ ഞാൻ അതിലൊന്ന് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് വാങ്ങി വെച്ചിട്ട് കാണിക്കാം. അപ്പോഴിതാ ഞാൻ വാങ്ങി വെച്ചു. ഇതാ കണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആഹാരമാണ്. ഇതേപോലെ നിങ്ങളും ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ലൈവിൽ വരണം, ഷെയർ ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ എല്ലാ വീഡിയോസും കാണണം. എന്നെ ദിവസേന ഞാനിടുന്ന ഈ റെസിപ്പികളെല്ലാം നിങ്ങൾ എൻകറേജ് ചെയ്യണം. കേട്ടല്ലോ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും വരണം, ലൈക്ക് ചെയ്യണം. അപ്പോഴാ ഇനി കാണുവോളും. ബൈ മക്കളെ.